ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷണർ വിളിച്ച യോഗത്തിൽ ധാരണയായില്ല. യൂബർ കമ്പനി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തില്ല. ഏകീകൃത റേറ്റ്, മിനിമം ഫെയർ എന്നിവ ഉറപ്പാക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ മുന്നോട്ട് വെച്ചു. ഒരിക്കൽ കൂടി യോഗം വിളിക്കാമെന്ന് തൊഴിലാളികൾക്ക് ലേബർ കമ്മീഷൻ ഉറപ്പ് നൽകി. ഗോപാൽ ശീലാസാനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, ഈ സമവായ ചർച്ച നടക്കുമ്പോൾ കമ്പനി അത് ബഹിഷ്കരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ തീരുമാനമാകാനാണ്? അതേ ചോദ്യം തന്നെയാണ് മാധു. ഈ ഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളും ഈ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ടാക്സി തൊഴിലാളികളും ചോദിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സെക്രട്ടേറിയറ്റിൽ വെച്ച് ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ഇത്തരത്തിൽ ഒരു ചർച്ച നടന്നത്. ഈ ചർച്ചയിൽ വിവിധ സംഘടനകളിൽപ്പെട്ട ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ പങ്കെടുത്തു. പക്ഷേ യൂബർ കമ്പനിയിൽ നിന്നുള്ള പ്രതിനിധികൾ ആരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. നേരത്തെ കൂട്ടി തന്നെ ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ഇത്തരത്തിലൊരു ചർച്ചയുണ്ട് എന്നും ബന്ധപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കണം എന്നുമുള്ള അറിയിപ്പ് യൂബർ കമ്പനിക്ക് നൽകിയിരുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി ഒരു മെയിൽ സന്ദേശം മുഖാന്തരം ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കമ്പനി അധികൃതർ അറിയിച്ചതായി മീറ്റിംഗിൽ ലേബർ കമ്മീഷണറും തൊഴിൽ വകുപ്പും അറിയിച്ചു എന്ന് ഈ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾ പറയുന്നു. അതായത് ഈ വിഷയത്തിൽ യൂബർ കമ്പനിക്ക് നിലപാടെടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തൊഴിൽ നിയമങ്ങൾ ഈ വിഷയത്തിൽ ബാധകമല്ല എന്നും ആ പങ്കാളികൾ, അതായത് ഈ സംവിധാനത്തിൽ ഒരു പങ്കാളികൾ എന്ന നിലയ്ക്കാണ് ടാക്സി ജീവനക്കാർ ജോലി ചെയ്യുന്നത്, അത് തൊഴിൽ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടതല്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ യോഗത്തിൽ വീണ്ടും ഈ തൊഴിലാളികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. മിനിമം ഫെയർ വേണം, അതിനോടൊപ്പം തന്നെ ഏകീകൃതമായ ഒരു റേറ്റ് സംവിധാനം കൊണ്ടുവരണം, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ജനാധിപത്യ മര്യാദകൾ ഉറപ്പാക്കണമെന്നും അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ഇതേ തുടർന്ന് ഒരിക്കൽ കൂടി യൂബർ പ്രതിനിധികളെ സമീപിച്ച് അടുത്ത ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന നിലയ്ക്ക് അവരെ എത്തിച്ച് നടത്താൻ കഴിയുമോ എന്ന സാധ്യത പരിശോധിക്കാമെന്ന് ലേബർ കമ്മീഷൻ നേരിട്ട് ഉറപ്പ് നൽകിയതായും യോഗത്തിൽ തീരുമാനമെടുത്തു. യൂബർ കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തില്ല. ഓൺലൈൻ ടാക്സി സമരവുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടും ഇനിയും വീണ്ടും ലേബർ കമ്മീഷണർ യോഗം ചേരും എന്നുള്ളതാണ് അറിയിക്കുന്നത്.